തക്കാളി ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടിട്ട് വന്നാലോ? അതിനാവശ്യമായിട്ട് തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, സ്പൈസസ്, ജീരകശാല റൈസ്, ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് സെപ്പറേറ്റ് വേവിച്ച് വെച്ചേക്കുന്നതാട്ടോ അത്. പാൻ ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്പൈസസായ പട്ട, ഗ്രാമ്പു, ഏലക്ക നന്നായിട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഒരു സ്മെല്ല് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ആ നേരം കൊണ്ട് ഞാൻ അരിഞ്ഞ തക്കാളി മിക്സി ജാറിലിട്ട് പേസ്റ്റ് ആക്കുന്നുണ്ട്. സവാള നല്ല ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും അതിലിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ആയിട്ടുണ്ടായിരുന്നു. ഗരം മസാല ഉണ്ടായില്ല, പകരം ഞാൻ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് നല്ല പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. വഴറ്റി വന്ന സവാളയിലിട്ട് തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യാം. നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം ആ വേവിച്ച് വെച്ച് ജീരകശാല റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റൈസ് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത്. റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണേ.